പുലയാടി മോനെ പുലയാടി മോനെ പുലയാടി മോനെ പുലയാടി മോനെ അല്ലേ സാഹിബിന് നോക്കണ്ടേ? പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്ത് കാര്യം? കാറിനകത്ത് കുത്തി മറിഞ്ഞ EMI ഇപ്പോഴും അടച്ചോണ്ടിരിക്കുന്ന ഒരു വിഷമ. 4 ടയറോടെ ഉണ്ടാണേ. അളിയ ഒന്ന് പറഞ്ഞ കളിയാ, വണ്ടി ഇടിച്ചളിയാ, പെട്ടെന്നോ സ്പോട്ട് ചെയ്തണം. അളിയ നിർത്താതോ പോണു. അല്ല ഈ വണ്ടിയൊക്കെ ആകുമ്പോ തട്ടേ മുട്ടയൊക്കെ ചെയ്യും. എന്റെ വണ്ടി അടി ചെവിക്കൽ ഞാൻ പൊട്ടിച്ചനെ അവന്റെ അടിച്ചോണ്ട് ചെവിക്കല്ല. നീ വിറയ്ക്കും. അവന്റെ അച്ചാരെന്നറിയോ? ഉണ്ട പത്രോസ്. ആ 3 ഉണ്ട ഇപ്പോഴും വീടിരിപ്പില്ലേ? നിന്റെ വെഞ്ചാമര കയറ്റി ഓടി പൊട്ടിച്ചോണ്ടല്ലോ നിന്റെ അച്ഛനൊക്കെ നമ്മള് പണിഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് അല്ലേ? ഓ ആ പണിയായിരുന്നു സംഭവം. എന്നറിയാം, അവന്റെ പെണ്ണുമായിട്ട് ഒന്ന് പോയി എന്റെ ശ്രദ്ധ ഒന്ന് മാറി പോയടേ, ഒന്ന് വിട് അല്ലേ. കാറിന്റെ അകത്ത് എന്താ പരിപാടിയായിരുന്നു? കാറിന്റെ അകത്ത് റൂം എടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് കാർ കൊണ്ടുപോയി. പൈസ ഇല്ലാത്തോണ്ട് എല്ലാം വാങ്ങാതിരിക്കരുത് കേട്ടോ. അവസാനം വിധി നിന്നെ വെപ്രാളിപ്പിക്കും. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, ഓലയുടെ ഇടയിലും കച്ചിലിന്റെ ഇടയിലും. മോനെ തുടിക്കെ പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. കണ്ടു, ഈ കാണുന്നതൊക്കെ എനിക്ക് വൃത്തിയാക്കാൻ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു അച്ചടക്കമുള്ള കുട്ടിയെ പോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. നല്ല തണുപ്പുണ്ടെങ്കിൽ കിടുങ്ങാമണി കിടങ്ങി. സോറി കേസ്, അത് ഞാൻ അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. എനിക്ക് കിടുങ്ങാമണിയില്ല, ഞാൻ ഒരു പെൺകുട്ടിയാണ്. ഒന്നും ഇല്ലേ? ഓ, നിനക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ആലോചിച്ച് എന്നെ കെട്ടിക്കാൻ അവരെ കെട്ടിക്കും. അതമ്മേ, ഈ കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഈ കുട്ടി എന്നെ ഒന്നും കൂടെ ഇംപ്രസ് ചെയ്തു. എടാ, നിന്റെ സാരിയിലൂടെ കിട്ടിയ അവിടെ വെക്കണോ? അവിടെ എന്ത് കഷ്ടാണ് ഭായി. ചേട്ടാ കപ്പളൊക്കെ എന്താ എന്താണ് അതെന്താ ക്യാമറ നമ്മുടെ ഇത് ചെറിയ പ്രാങ്കാണ്. പേടിച്ചു ഇതിന്റെ പ്രാങ്കാ. അയ്യോ പോലീസ് കരോള് അഭിനയിച്ചോ എന്തിനാ വെറുതെ ഓടുന്നു അമ്മു? തല അടിച്ച് വെറുതെ സസ്പീഷ്യസ് അടുപ്പിക്കല്ല. അവർ കരുതി നമ്മൾ കട്ടിട്ട് ഓടുന്നതാണ്. ചവിട്ടിയാ ഇല്ല, എന്നാ ശരിക്കും ഓടിക്കോ. സത്യം പറയണം, ബീഫ് അടിക്കോ? ഞാന് ഈ ഒരു ബീഫ് കഴിക്കോ? പറഞ്ഞോട്രപ്പാ, ഗോപ് ബീഫ് കഴിക്കും. പറഞ്ഞോട്രോ. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലും 24 ചാനലിലും ഈ അരുണിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല. ഏട്ടാ നടന്ന വിയർക്കുന്ന ആളായിട്ടാ, വല്ലോം താഴേട്ടാ. ഞങ്ങൾ കയ്യിൽ കാശ് കൊണ്ട് എടുക്കാറില്ല. വി ആർ റിച്ച് കിഡ്. ചേട്ടാ കുഴിമന്തി കഴിച്ചിട്ട് 2 ദിവസം ഏട്ടാ. അപ്പൊ നീ മെനങ്ങാന്ന് കുഴിമന്തി കഴിച്ചു? We hadn't eaten for last 2 months. ഈ ചേട്ടനെ കണ്ടറിയാം കാശുണ്ടെന്ന്. The bank have money. I have account the bank, but no money. What about your account? I have only Instagram account. ചേട്ടാ ഗൂഗിൾ പേ, നോ വേ, ഓൺലി പ്രൈസ്. ഓ എന്റെ QR കോഡ് ഉണ്ട് ഏട്ടാ, 1 മിനിറ്റ്. എന്റെ പൊന്നെ ഏട്ടാ, കോസ്റ്റ്യൂം മാത്രമേ വ്യത്യാസമുള്ളൂ, അവസ്ഥയൊക്കെ ഏതാണ്ട് സെയിം തന്നെ. എനിക്കെന്താ അവസ്ഥ? എന്റെ കാശുണ്ട്, എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വല്ല പണിക്കും പോടാ, ഇല്ലെങ്കിൽ എന്റെ കൂടെ തണ്ടാ. Why should we?
Per day 2,500 കിട്ടും. Wow. അപ്പൊ monthly 75,000. Any job opportunities? Actually, I'm looking for an assistant. I'm here. Give me the part again. Come. I got the job. 1 million അടിച്ചെന്റെ ചെലവെന്തിയേ? എന്റെ പൊന്നു ചെറുക്ക, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നീ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നത് സൂപ്പർ അടിപൊളി. എന്നെ അങ്ങ് പറ്റിച്ച് നീ കയ്യിലെടുത്തോ. അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് നീ പറ്റിച്ചിടുമ്പോ ഫോർവേഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് നീ അയപ്പിക്കില്ലടാ എന്റെ പൊന്ന് മണ്ട കണാപ്പാ. നീ അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് നിന്റെ അക്കൗണ്ട് കൊടുത്ത് വോയിസ് ഇടിപ്പിക്കടാ. അവളടുത്ത് പോയി പറഞ്ഞിട്ട് ആ അക്കൗണ്ട് ആ ഒരു മെസ്സേജ് വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോ ഞാൻ അയ്യോ പെണ്ണായിരുന്നു തരാൻ കിട്ടുമ്പോളേ ചെലവ് തരാൻ 1000 പോടാ.